ഭൂമിയിലെ മനുഷ്യജീവിതം നിലനിൽക്കണമെങ്കിൽ അവർ വിശ്വാസികളാവട്ടെ നിഷേധികൾ, ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലെ നിഷേധികളാവട്ടെ, ചില അടിസ്ഥാന ധാർമ്മിക മര്യാദകൾ സമൂഹം പുലർത്തണം. ഇല്ലെങ്കിൽ ആ സമൂഹങ്ങൾ തകർന്നു പോകും. ഈ മര്യാദകളെയാണ് ഖുർആൻ ഇസ്ലാഹ്, സംസ്കരണം എന്നും, ഈ മര്യാദാ ലംഘനങ്ങളെയാണ് ഫസാദ്, മലയാളത്തിൽ അതിന് കുഴപ്പങ്ങൾ എന്നോ ഒക്കെ പറയാം. അത് വിശ്വാസികൾ മാത്രമാണ് പാലിക്കേണ്ടത് എന്നതല്ല. ലോകത്ത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഭൗതികമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സമൂഹങ്ങളും ഈ മര്യാദകൾ പാലിക്കണം. അതിൻ്റെ ലംഘനങ്ങൾ സമൂഹത്തിൻ്റെ തകർച്ചയിലേക്ക് കാര്യങ്ങളെ ക്രമേണ കൊണ്ടുചെന്നെത്തിക്കും. ആ മര്യാദകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ, സദാചാരത്തിൽ, ലൈംഗികതയിൽ മനുഷ്യർ പുലർത്തേണ്ട മര്യാദകൾ എന്ന് പറയുന്നത്. ഒരു യൂണിഫോം പരിഷ്കരണമാണ് നമ്മുടെ ചർച്ചയുടെ പശ്ചാത്തലം. യൂണിഫോമുകൾ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ചിലയിടങ്ങളിൽ ഓരോ അധ്യയന വർഷവും, ചിലയിടങ്ങളിൽ 2-3 അധ്യയന വർഷം കൂടുമ്പോഴെല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. യൂണിഫോം പരിഷ്കരണം എന്തോ അസാധാരണമായ ഒരു കാര്യമല്ല. പക്ഷേ ഈ യൂണിഫോം പരിഷ്കരണങ്ങളൊന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യാറില്ല. അതാ സ്കൂളിൽ നടക്കുകയാണ് ചെയ്യുക. അതേസമയം ഇവിടെ യൂണിഫോം പരിഷ്കരണത്തിന് നേരത്തെ അധ്യക്ഷ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ചില ആശയാടിത്തറകളുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പരിഷ്കരണമായിരുന്നു ഇത്. അതിൻ്റെ ഒരുപാട് വശങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. മനുഷ്യർ എല്ലാ ജീവികളും പ്രധാനമായും ആണും പെണ്ണുമാണ്. അതിനിടയിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വഭാവ വ്യതിയാനങ്ങൾ ഉള്ള ആളുകളും വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്കെല്ലാം ഇടയിൽ ലിംഗനീതിയാണ് ലോകത്ത് ഉണ്ടായിത്തീരേണ്ടത്, ലിംഗസമത്വം അല്ല. സമത്വം എന്നതുകൊണ്ട് നീതി എന്നാണ് അർത്ഥമാക്കുന്നത് എങ്കിൽ പണ്ട് ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുണ്ട്. രണ്ടാളുകൾ ഇപ്പോൾ രാത്രിയാണോ പകലാണോ എന്ന് തർക്കിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം തർക്കിച്ച ശേഷം ഈ പകലാണ് എന്ന് പറയുന്ന ആളോട് രാത്രിയാണ് എന്ന് പറയുന്ന ആൾ ചോദിച്ചു, ഈ പകൽ എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു, അതറിയില്ല. പകലിൽ ചുറ്റും ഇരുട്ടായിരിക്കും, സൂര്യൻ ഉണ്ടാവില്ല, ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാവും, ഇതിനാണല്ലോ പകൽ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു, ശരി, ഇപ്പൊ പകലാണ്. ഇതുപോലെ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീതിയാണ് എന്ന് സമ്മതിച്ചാൽ ഓക്കെ. പക്ഷെ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ യാന്ത്രികമായ സമത്വമാണ്. പ്രത്യേകിച്ച് ആണ് പെണ്ണ് എന്ന് പറയുന്നത് പ്രകൃതിപരമായി വ്യത്യസ്തതകൾ കൂടിയുള്ള, വ്യത്യസ്തത മാത്രമുള്ളതല്ല, വ്യത്യസ്തതകളുമുള്ള 2 ഐഡന്റിറ്റികളാണ്. ഈ വ്യത്യസ്തതകളെ പാടെ നിരാകരിച്ചുകൊണ്ട് അവയ്ക്കിടയിൽ സമത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ദയനീയമായി പരാജയപ്പെടും എന്നത് മനുഷ്യനാഗരികത ഇത് സംബന്ധിയായി പല പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ആശയമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആശയമാണ് വികസനം. കേരളയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. നമ്മൾ ജീവിക്കുന്ന ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയുടെ താളവും താല്പര്യങ്ങളും ഒന്നും പരിഗണിക്കേണ്ടതില്ല. മനുഷ്യർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാവുക, അത് വികസനമാണ്, പുരോഗതിയാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടവും സൗഭാഗ്യവും. അതിനെ എതിർക്കുന്നവർ പിന്തിരിപ്പന്മാരാണ്, വികസന വിരോധികളാണ്. ഇതൊരു ആശയമാണ്.
പക്ഷെ ആശയം കൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിച്ചാൽ ആത്യന്തികമായി വിജയിക്കുക പ്രകൃതിയാണ്. ആശയങ്ങളോട് പ്രകൃതി പ്രതികാരം ചെയ്യുകയാണ് ചെയ്യുക. അതിന്ന് വലിയൊരു സംവാദമൊക്കെ നടത്തി തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ ജനറൽ ന്യൂട്രാലിറ്റി നടത്തുന്ന സ്കൂളിലും മുഖ്യമായ വേറൊരു പ്രവർത്തനം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ്. എല്ലാ ജൂൺ 5 നമുക്ക് പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി സംബന്ധിയായി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരുകൾ, അതേപോലെ വിദ്യാലയങ്ങൾ, ഇങ്ങനെയുള്ള ഔപചാരിക സ്ഥാപന സംവിധാനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. എന്ന് മാത്രമല്ല, ഈ വലിയ കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക തകർച്ചയും ഉണ്ടായത് മുതലാളിത്ത വികസന രീതിയുടെ ഫലമായിട്ടാണ്. ആ മുതലാളിത്ത രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തന്നെ വട്ടത്തിലിരുന്ന് എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം തടയാം, അല്ലെങ്കിൽ പ്രകൃതിയെ പൂർവ്വസ്ഥിതിയിലാക്കാം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഇതേപോലെ അത് പാരിസ്ഥിതിക മലിനീകരണമാണെങ്കിൽ ഇതൊരു സദാചാര മലിനീകരണമാണ്. രണ്ട് കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ പ്രകൃതിയെ വെല്ലുവിളിച്ച് വികസനമെന്ന ആശയം നടപ്പിലാക്കിയപ്പോൾ അത് വലിയ പാരിസ്ഥിതിക തകർച്ച അതിന്റെ ഉദാഹരണം വളരെ സിമ്പിളാണ് അല്ലേ? പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു ഉപമ അല്ലെങ്കിൽ ഒരു രൂപകം നമ്മളെ പഠിപ്പിച്ചത്. ഇരിക്കുന്ന മുമ്പ് മുറിക്കുക, നിലനിൽക്കില്ല. അതിങ്ങനെ ഇരുന്നുകൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുറിഞ്ഞു വീഴുന്നവരെ അത് വലിയൊരു മഹത്തായ പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പൂർത്തിയാവുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴും, തകരും. ഞാൻ നേരത്തെ പറഞ്ഞ ഫസാദ്, തകർച്ചയാണത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു എന്നത്. എല്ലാ ഫസാദുകളും അതത് സമൂഹങ്ങളുടെ തകർച്ചയിലാണ് ചെന്ന് പര്യവസാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട അത് പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് വിശ്വാസികളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, എല്ലാ മനുഷ്യരുമായും അവിടെ ജീവിക്കുന്ന എല്ലാവരുമായും ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ഇത് ഇപ്പൊ വലിയൊരു എല്ലാ പുതുമക്കും ഒരു ആകർഷണീയതയുണ്ടാവും. വികസനവും വന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്. പല കവികളും മല തുരക്കുന്നതിനെ കുറിച്ച് ഒക്കെ പാടിയിട്ടുണ്ട്. അന്നും അതിന്റെ മറുവശം പറഞ്ഞ കവികളും എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഈ വികസനം ഒരു മഹത്തായ സ്വപ്നമാണ് എന്ന് പറഞ്ഞ കവികളും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് പുതുമയോടുള്ള മനുഷ്യന്റെ ഒരു ഭ്രമത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന് മനുഷ്യരാശി കനത്ത വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോഴും നമ്മൾ അതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കവും പേമാരിയും ഒക്കെ പലതുമായിട്ട്. ഇതൊരു സദാചാര മലിനീകരണമാണ്. സദാചാരം നിലനിൽക്കുന്നത് വളരെ സിമ്പിളായ ഒരു പോയിന്റിലാണ്. അത് ലോകത്തെ എല്ലാ ധാർമ്മികതയും നിലനിൽക്കുന്നത് ഒരൊറ്റ ലളിതമായ ഒരു പോയിന്റിലാണ്. അതെന്താണ്? വിലക്കാണ്. ചെയ്യരുത്. ചില അതിരുകൾ, ആ അതിരുകൾ പാലിക്കുമ്പോൾ മാത്രമേ ലോകത്ത് ധാർമ്മികതയും സദാചാരവും ഉണ്ടാവുകയുള്ളൂ. ഒരു അതിരും ബാധകമല്ല എന്ന് വന്നാൽ പിന്നെ ധാർമ്മികതയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ചില അതിരുണ്ട്. സ്ത്രീക്കും പുരുഷനുമിടയിൽ ചില അതിരുകളും പരിധികളുമുണ്ട്. അത് പാലിക്കുമ്പോൾ മാത്രമേ ധാർമ്മികവും പ്രത്യേകിച്ച് ലൈംഗിക സദാചാരം ലോകത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത്തരം എല്ലാ പരിഷ്കരണങ്ങളും വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ അതിരിനെയാണ്. ആൺകുട്ടികളും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ കേരളത്തിൽ SFI ഒക്കെ കൊണ്ടുവന്ന വലിയൊരു ക്യാമ്പയിനാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരുന്നാൽ എന്താ, ഒരുമിച്ചിരുന്ന ആകാശടിഞ്ഞു വീഴുമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഒരുമിച്ചിരിക്കുക എന്നത് ഒരു വലിയ ആശയമായി അവതരിപ്പിക്കുന്നത് അല്ലേ? ഏതൊരാശയം അവതരിപ്പിക്കുമ്പോഴും അത് മറ്റൊരാശയത്തെ തകർക്കും. ആശയങ്ങളുടെ ലോകം അങ്ങനെയാണ്. ഒരു തിസീസ്, ഒരു ആന്റിതിസീസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എതിരെന്താണ്? അത് ആണിനും പെണ്ണിനും ഇടയിൽ, ആണും പെണ്ണും തമ്മിൽ മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഫറൂഖ് കോളേജിലാണല്ലോ ഈ വിവാദം ഉണ്ടായത്.
അപ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും കണ്ടാൽ മിണ്ടാറില്ല, അല്ലെ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കിടയിൽ എന്തോ ക്ലാസ്സിനിടയിൽ മറയുണ്ടായിരുന്നു എന്നതൊന്നുമല്ലല്ലോ ആ വിവാദത്തിന്റെ പശ്ചാത്തലം. കേരളത്തിലെ ഏത് ക്യാമ്പസിലും പോലെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ജീവിത സന്ദർഭങ്ങളും പോലെ ആണ് അവിടെയും കുട്ടികൾ ജീവിച്ചിരുന്നത്, പഠിച്ചിരുന്നത്, അധ്യയന കാര്യങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നത്. പക്ഷേ എന്തിനാണ് ആണിനും പെണ്ണിനുമിടയിൽ ചില അതിര്, ഒരു പരിധി എന്തിനാണ്? അങ്ങനെ പരിധി ആവശ്യമില്ല. ഒന്നിച്ചിരിക്കാം, ഹസ്തദാനം ചെയ്യാം, കെട്ടിപ്പിടിക്കാം. ജനറൽ ന്യൂട്രൽ യൂണിഫോം മാത്രമല്ല ലോകത്തുള്ളത്. ബാലുശ്ശേരിയിൽ യൂണിഫോമേ ഉള്ളൂ. പക്ഷെ ഇത് ബാലുശ്ശേരിയിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഇത് ലോകത്ത് വളരെ വ്യാപകമായി പ്രാക്ടീസ് ചെയ്യപ്പെട്ട ഒരാശയമാണ്. ജനറൽ ന്യൂട്രൽ ബാത്റൂം ഉണ്ട്. ഇപ്പൊ നമ്മൾ പബ്ലിക് സ്ഥലങ്ങളിൽ പോയാൽ ജെൻസ് പിന്നെ ലേഡീസ് അത് ജനറൽ ആയിട്ടുള്ള പിന്നെ ബാത്റൂമുകളാണ്. ജനറൽ ന്യൂട്രൽ ആയാൽ രണ്ടു കൂട്ടർക്ക് ഒരു ബാത്റൂമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഹോസ്റ്റലുകളുണ്ട്, ഹോസ്റ്റൽ മുറികളുണ്ട്. ഹോസ്റ്റലായാൽ അവിടെ രണ്ടു കൂട്ടർക്കും താമസിക്കാം. ഹോസ്റ്റൽ മുറി ജനറൽ ന്യൂട്രൽ ആയാൽ ഒറ്റ മുറിയിൽ ആണിനും പെണ്ണും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാം. ഈ അതിരുകളെ ഇല്ലാതാക്കുക, ഈ അതിരുകളുടെ മുകളിലാണ് മനുഷ്യന്റെ ലൈംഗിക സദാചാരം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കുക എന്നതാണ് ഈ പദ്ധതി. ഇതിലപ്പുറം വേറെ കാര്യമൊന്നും ഇതിലില്ല. അത് ചെറു പ്രായത്തിൽ തന്നെ ആരംഭിച്ചാൽ മനുഷ്യന്റെ ഒരു സംസ്കാരം, ലജ്ജാബോധം, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചാൽ അത്തരം ബോധമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ കാര്യം. രണ്ടാമത്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലിംഗ നീതിയാണ് നമുക്കുണ്ടാവേണ്ടത്. വളരെ വ്യത്യസ്തതയുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം യാതൊരു സമാനതകളുമില്ല എന്നല്ല. സമാനത ഉള്ളതോടൊപ്പം വ്യത്യസ്തതകളുമുണ്ട്. ആ വ്യത്യസ്തതയുള്ളവർക്കിടയിൽ സമ്പൂർണ്ണ സമത്വം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ, നേരത്തെ പറഞ്ഞു, ഒന്നത് അപ്രായോഗികമായിരിക്കും, മറ്റൊന്ന് അത് വലിയ അനീതിയായിട്ട് മാറാനും സാധ്യതയുണ്ട്. സമത്വം എപ്പോഴും നീതി നൽകിക്കൊള്ളണമെന്നില്ല. അതേസമയം സമത്വം എപ്പോഴൊക്കെയാണോ നീതി ഉണ്ടാക്കാൻ, എപ്പോഴൊക്കെയാണോ സമത്വം ഉണ്ടാവേണ്ടത്, അപ്പൊ സമത്വം ഉണ്ടാക്കണം. സമത്വം ഒരു മോശമായ കാര്യമൊന്നുമല്ല. സമ്പൂർണമായി തള്ളിക്കളയേണ്ട ഒരു ആശയമല്ല സമത്വം. പക്ഷെ ലോകത്ത് മൂല്യങ്ങളുടെ ഒരു അധ്യക്ഷ പദവി, നായകസ്ഥാനം ഏത് മൂല്യത്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഇസ്ലാമിന്റെ ഉത്തരം നീതിക്കാണ് എന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം, മൂല്യങ്ങളുടെ അധ്യക്ഷ പദവിയുള്ള മൂല്യം, അത് നീതിയാണ്. നീതി ഉണ്ടാക്കാൻ സമത്വം ഉണ്ടാവണമെങ്കിൽ സമത്വം ഉണ്ടാവണം. സമത്വം ഉണ്ടാവേണ്ടത് കൊണ്ടല്ല, അത് നീതി ഉണ്ടാവാനുള്ള വഴി, മാർഗം സമത്വം ഉണ്ടാവലാണ് എന്നതാണ്. ഇനി സമത്വം ഉണ്ടാക്കിയാൽ അനീതി ഉണ്ടാവും എങ്കിൽ സമത്വം ഉണ്ടാക്കരുത്. കാരണം സമത്വമല്ല ആത്യന്തിക ലക്ഷ്യം. രണ്ടിനും ഉദാഹരണം പറയാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്ത് പല രാജ്യങ്ങളിലും സംവരണ സംവിധാനമുണ്ട്. അത് സമത്വമല്ല. 50% സീറ്റിൽ എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ല. SC, ST, OBC ഇങ്ങനെ ആരാണോ അതിലെ സംവരണീയർ അവർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ. എന്നല്ല, ഇന്ത്യയിലെ സംവരണ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ എക്കാലത്തെയും ഡിമാൻഡ് അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടത് സമത്വം വേണമെന്നാണ്. അവരുടെ മൂവ്മെന്റുകളുടെ 1990 VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് 27% സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഡൽഹിയിലെ അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാലകളിൽ വലിയ പ്രക്ഷോഭം നടന്നു. ആ മൂവ്മെന്റുകളുടെ പേര് മൂവ്മെന്റ് ഫോർ ഈക്വാലിറ്റി എന്നാണ്. സമത്വമാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ സംവരണത്തിന്റെ ബേസ് എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹ്യ നീതിയാണ്. നമ്മുടെ ബസ്സിലെ സീറ്റുകൾ സമ്പൂർണമായി ജെൻഡർ ന്യൂട്രൽ അല്ല. ചില സീറ്റിനെങ്കിലും ജെൻഡർ ഉണ്ട്. കുറച്ച് സീറ്റ് സ്ത്രീകൾക്ക് സംവരണം. കാരണം ഒരു തിരക്കുള്ള ബസ്സിൽ കയറുന്നവൻ കയറട്ടെ എന്ന് വെച്ചാൽ, കിട്ടുന്നവന് സീറ്റ് കിട്ടട്ടെ എന്ന് വെച്ചാൽ മിക്കവാറും സീറ്റ് കൈക്കരുത്തുള്ള ആണുങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത. അത് നീതിയല്ല. ആണിനെ പോലെ തന്നെ സീറ്റിലിരിക്കാനുള്ള അവകാശം പെണ്ണിനുമുണ്ട്. എന്നാൽ ചിലപ്പം പെണ്ണിന് കൂടുതൽ പരിഗണന നൽകുക എന്നതായിരിക്കും നീതി.
ഇനി പെണ്ണുങ്ങളുടെ സംവരണത്തിനിടയിൽ ഉപസംവരണമുണ്ട്. നമ്മുടെ പാർലമെന്റിൽ സ്ത്രീ സംവരണ ബില്ലിന്റെ ചർച്ചയിൽ ഉപസംവരണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലാണ് അത് പാസ്സാകാതെ കിടക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് സംവരണം ചെയ്താൽ അത് ഭൂരിഭാഗവും അപ്പർ കാസ്റ്റ് സ്ത്രീകൾക്ക് ലഭിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അതിനകത്ത് പിന്നോക്ക വിഭാഗം സ്ത്രീകൾക്ക് സംവരണം വേണമെന്നതാണ് ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരമായുള്ള ആവശ്യം. അതുകൊണ്ടാണ് ഇത് പാസ്സാകാതെ പോകുന്നത്. അതുപോലെ നമ്മളുടെ ബസ്സിലെ സ്ത്രീ സംവരണത്തിനകത്ത് ഉപസംവരണമുണ്ട്. അമ്മയും കുഞ്ഞിനും സീറ്റുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഉപസംവരണം ഇല്ലെങ്കിൽ ആ സീറ്റ്, സ്ത്രീകൾക്ക് സംവരണം ഉണ്ടെങ്കിലും ആ സീറ്റ് കൈക്കുഞ്ഞില്ലാത്ത സ്ത്രീകളിൽ കരുത്തുള്ള അവർക്ക് ലഭിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും. അപ്പൊ യാന്ത്രികമായി സമത്വം അങ്ങ് നടപ്പിലാക്കിയാൽ നീതി ഉണ്ടാവില്ല, പലപ്പോഴും നീതിക്കെതിരായിരിക്കും. പക്ഷെ നീതി ഉണ്ടാകാൻ സമത്വം നടപ്പിലാക്കേണ്ട സന്ദർഭമുണ്ട്. ഇപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി, അയാൾക്ക് നേരത്തെ ആൺകുട്ടിയുണ്ടെന്ന് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്, എന്നിട്ട് ആ പെൺകുട്ടിയെ അയാൾ കുഴിച്ചു മൂടിയില്ല. അറേബ്യയുടെ അന്നത്തെ കോണ്ടസ്റ്റിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കാതെ വളർത്തി എങ്കിൽ അവന് സ്വർഗമുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അവിടെ വിവേചനം കൽപ്പിക്കാതിരിക്കുക, ഈക്വാലിറ്റി എന്നതാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വാലിറ്റി ഉണ്ടാവണം, തുല്യ അവസരം ഉണ്ടാവണം. അപ്പോ സമത്വം ഉണ്ടാവേണ്ട സന്ദർഭവുമുണ്ട്, അത് നീതി സ്ഥാപിക്കും. അതേസമയം സമത്വം ഉണ്ടായാൽ നീതി സ്ഥാപിക്കപ്പെടാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അവസാനമായി നേരത്തെ അധ്യക്ഷ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് അജണ്ടയല്ല, ഇതൊരു മുതലാളിത്ത അജണ്ടയാണ്. മുതലാളിത്തത്തിന്റെ ഒരു വലിയ പ്രത്യേകത, അത് വളരെ ഇന്നവേറ്റീവാണ്. പുതിയത് നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയ പ്രയോഗ പദ്ധതിയാണത്. മുതലാളിത്തം കച്ചവടമാണ് അല്ലെ? അപ്പൊ നിലവിലുള്ള കച്ചവടം എങ്ങനെ ഉഷാറായിട്ട് നടത്താം എന്ന് മാത്രമല്ല മുതലാളിത്തം ചിന്തിക്കുക, മറിച്ച് ഇപ്പോൾ കച്ചവടമല്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ മേഖലകളെ എങ്ങനെ കച്ചവടത്തിലേക്ക് കൊണ്ടുവരാം, അവിടെ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, അവിടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം. സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഈ സ്റ്റേജിൽ കാണുന്നില്ല, അവിടെ ഉണ്ട്, കുപ്പിവെള്ളം ഉണ്ടാവും ഏത് സദസ്സിൽ പോയാലും. എന്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് തന്നെ കുപ്പിവെള്ളമില്ലാത്തൊരു കാലം ഓർമ്മയുണ്ട്. അന്നൊക്കെ ഞാൻ ഉൾപ്പെടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഡൽഹി വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് കുപ്പിവെള്ളമില്ല, മറിച്ച് നമ്മൾ ഒന്നുകിൽ വെള്ളം ഇവിടുന്ന് ശേഖരിച്ചു കൊണ്ടുപോകും, പിന്നെ വഴിയിലുടനീളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെള്ളം കിട്ടും. പണ്ട് കാലത്ത് യാത്രക്കാർക്ക് വെള്ളം ലഭ്യമായിരുന്ന തണ്ണീർ മന്ദിറുകൾ ഉത്തരേന്ത്യയിലും തണ്ണീർ പന്തലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഈ പല പ്രദേശങ്ങളിലും തണ്ണീർ പന്തലുകൾ എന്ന് സ്ഥലനാമമുള്ളത്. അപ്പോൾ അത് അവർ മനസ്സിലാക്കി ഇതൊരു വലിയ കച്ചവട സാധ്യതയാണ്. വെള്ളം കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുക, 15 രൂപയ്ക്ക് വിൽക്കുക. അത് മുമ്പ് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പച്ചവെള്ളം കുപ്പിയിലാക്കിയിട്ട് വിൽക്കും, അത് വാങ്ങും എന്നല്ല. മുതലാളിത്തം അങ്ങനെ വിൽക്കുമെന്ന് മുതലാളിത്തത്തിനെതിരെ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്ന് വളരെ നോർമലാണ്. ഇതുപോലെ ലൈംഗികത ഒരു വലിയ കച്ചവട സാധ്യതയുള്ള ലോകമാണ്. അപ്പൊ കച്ചവട സാധ്യതയെക്കുറിച്ച് മുതലാളിത്തം ആലോചിച്ചാൽ കച്ചവട സാധ്യത ഒരു കാര്യത്തെ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പിലുള്ള തടസ്സം എന്താണെന്ന് അവരാലോചിക്കും. ആ സാധ്യതയെ ഇല്ലാതാക്കുക എന്നത് അവരുടെ പദ്ധതിയാണ്. അപ്പൊ എന്താ തടസ്സം? ആണിനും പെണ്ണിനും ഇടയിൽ ചില മറയും തുറയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിങ്ങനെ ഉണ്ടായാൽ ഈ കച്ചവടത്തിന് വലിയ സാധ്യതയൊന്നുമില്ല. അത് പൊളിയണം. ആണും പെണ്ണും സ്വതന്ത്രമായി ഇടപഴകണം. അപ്പൊ അതിന് പറയുന്ന ന്യായം എന്താ അറിയോ? ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല, ഇതൊരു മഹാചതിയാണ്, പറ്റിക്കലാണ്. വ്യത്യാസം ഉണ്ട് എന്ന് അപ്പോഴും മുതലാളിത്തത്തിന് അറിയാം. എന്നല്ല, ആ വ്യത്യാസത്തിലാണ് അവരുടെ കണ്ണ്. നമ്മൾ ഈ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ലേ? ആ വ്യത്യാസമില്ല എന്ന് ഒരു മനോഹരമായ ആശയമായി പറയുകയും, പക്ഷെ ഈ വ്യത്യാസത്തിൽ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗികത പെണ്ണുമായി ബന്ധപ്പെട്ടതാണ്, പെണ്ണിന് ആണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിലൊരുപാട് പക്ഷെ ഈ സാധ്യത ടാപ്പ് ചെയ്യുന്നതിന്റെ തടസ്സം ചില വിലക്കുകൾ സമൂഹം പാരമ്പര്യമായി പാലിച്ചു പോരുന്നു, അവരുടെ മതബോധത്തിന്റെ ഭാഗമായിട്ടൊക്കെ പാലിക്കുന്നു. അത് ഇല്ലാതാവുക എന്നതാണ്. ഇതൊന്നും നമ്മൾ എവിടെയോ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറയുന്നതല്ല, ലോകത്ത് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിച്ച ഒരു കാര്യമാണ്. തായ്ലൻഡ് എന്ന് പറയുന്ന കിഴക്കനേഷ്യൻ രാജ്യം, അവരുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് ലൈംഗിക ടൂറിസമാണ്. എൻ്റെ ഒരു സുഹൃത്ത് കുറെ കൊല്ലം മുമ്പ് തായ്ലൻഡിൽ പോയിരുന്നു ഒരു കച്ചവട ആവശ്യത്തിന്.
അവിടെ റൂം എടുത്തു. രാത്രി ഒരു പെൺകുട്ടി കയറി വന്നു റൂമിൽ. അപ്പോൾ അവൻ പറഞ്ഞു അവളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിൽ കുറച്ച് കഴിയുമ്പോൾ അവന് കോൾ വന്നു. ഇത് ഫ്രീ ആണ്, നിങ്ങളിതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടിയില്ല, കാരണം നിങ്ങൾ പേ ചെയ്തതിൽ ഇൻക്ലൂഡാണ്. നിങ്ങൾ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അത് ഒഴിവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പൈസ അല്ലെൻ്റെ പ്രശ്നം, എനിക്ക് മതപരമായി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അവരെ കൺവിൻസ് ചെയ്ത് ആ പെൺകുട്ടിയെ തിരിച്ചയച്ചു. കാനഡയുടെയും നെതർലൻഡ്സിൻ്റെയും ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക്, നമ്മൾ കേരളത്തെക്കുറിച്ച് അറിയുമല്ലോ, ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് മദ്യമാണ് എന്ന്. ഇതുപോലെ റവന്യൂ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് സെക്സ് ടൂറിസമാണ്. ഹംഗറി എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യം, അത് ഇന്ന് സെക്സ് എന്താ പറയുക ബ്ലൂ ഫിലിമിന്റെ ഹോളിവുഡാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. നാളെ കേരളത്തെക്കുറിച്ച് അങ്ങനെ ലോകം പറയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമായിരുന്നു, ഇപ്പോൾ അതൊരു സെക്സ് ടൂറിസത്തിൻ്റെയും സെക്സ് ഇൻഡസ്ട്രിയുടെയും വലിയൊരു കേന്ദ്രമാണ്. അവിടത്തേക്കാണ് നമ്മുടെ ഗവൺമെന്റും SFIയും ഒക്കെ കേരളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല, ലോകം അനുഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് അവിടങ്ങളിൽ വലിയ കുടുംബ തകർച്ചകളിലേക്ക് എത്തിച്ചു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അതിന്റെ റിസൾട്ട് എന്താണ്? കുടുംബം വേണോ വേണ്ടേ എന്നതും പ്രായോഗികമായ അനുഭവം അത് സംബന്ധിയായി ലോകത്തിന്റെ മുമ്പിലുണ്ട്. എന്താ സംഭവിച്ചത്? പാശ്ചാത്യ നാടുകൾ, ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് ബ്രിട്ടനിൽ ദീർഘകാലം ജോലി ചെയ്ത മലയാളിയായ ഒരു ഡോക്ടർ, അദ്ദേഹം അദ്ദേഹം ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്, അതിൽ PhD ചെയ്ത ആളാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വരെ ഈ കോവിഡ് സമയത്ത് ചികിത്സിച്ച ആളാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഈ ബ്രിട്ടനിലെ കുടുംബഘടനയെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് തകർന്ന് തരിപ്പണമായതാണ്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അദ്ദേഹത്തോട് വേറൊരു കാര്യം ചോദിച്ചു. കോവിഡ് കാരണമായിട്ട് ബ്രിട്ടനിൽ മരിച്ചതിലെ ഭൂരിഭാഗം ഏഷ്യക്കാരും ആഫ്രിക്കക്കാരുമാണ്. ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് ബാധിച്ച് മരിച്ച ആരോഗ്യ പ്രവർത്തകരിൽ 70-80% ഏഷ്യൻ ആഫ്രിക്കക്കാരാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് സിമ്പിളാണ്. അതിന്റെ കാരണം ആരോഗ്യ മേഖലയിൽ ഏഷ്യൻ ആഫ്രിക്കക്കാരേ ഉള്ളൂ, ബ്രിട്ടീഷുകാരില്ല. വളരെ പരിമിതമായ ആളുകളെ അവരുള്ളൂ. ആരോഗ്യം, എഞ്ചിനീയറിങ്, IT, മെഡിസിൻ, ഇതുപോലുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാരില്ല. അത് ഇവിടുന്ന് ആള് പോകണം. നമ്മളെ പിണറായി വിജയൻ ചികിത്സക്ക് പോകുന്ന ഹോസ്പിറ്റലിൽ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കുറച്ച് മുമ്പ് കൊല്ലത്ത് വെച്ച് കണ്ടുമുട്ടിയിരുന്നു. അപ്പോൾ അവനോട് ഇതേപോലെ ഞാൻ അടുത്ത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു IT സെക്ടറിൽ മൊത്തം പൊതുവെ ഇന്ത്യക്കാർ ഏഷ്യക്കാരാണ്. അമേരിക്കയിലെ ഹോസ്പിറ്റലാണ്, നമുക്കറിയാലോ. അദ്ദേഹം വീണ്ടും ചികിത്സക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവരില്ല, കാരണം അവരുടെ കുടുംബ വ്യവസ്ഥ തകർന്ന് തരിപ്പണമായതാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യ വിഭവശേഷിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവരക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾ അവലംബിക്കുകയാണ് ചെയ്യുന്നത്. ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അമേരിക്കയിലെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ മാത്തമെറ്റിക്സ് പഠിക്കുന്നതിൽ ഇന്ത്യക്കാരെ കണ്ടുപഠിക്കണം അല്ലേ? ബ്രിട്ടനിലെ മാത്തമെറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രസ്താവനയുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഗണിതാധ്യയനം ശരിയാകണമെങ്കിൽ ബ്രിട്ടനിലെ കുടുംബ വ്യവസ്ഥ ശരിയാക്കണം എന്ന്. അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യ വിഭവശേഷിയായിട്ടൊരു സമൂഹം മാറുന്നു കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയിലൂടെ. അതിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തെയും ഇവർ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യവും നമ്മുടെ വിവാഹപ്രായ പരിഷ്കരണവും ഇത് തന്നെയാണ്. അതിന് ഒരുപാട് അജണ്ട ഉണ്ട്. മുസ്ലിം വിരുദ്ധ അജണ്ട ഉണ്ട്, അങ്ങനെ പല അജണ്ടകളുണ്ട്. പക്ഷെ അതിലും ഒരു മുതലാളിത്ത ദല്ലാൾപ്പണി അതിലുണ്ട്. കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായം 18ആണ്, വിവാഹത്തിന്റെ പ്രായം 21 ഉയർത്തുന്നു. അപ്പോൾ ഒരു ലൈംഗിക വിപണിയുടെ വലിയൊരു സാധ്യതയെ തുറന്നു വെക്കുക, വിപണിക്ക് വേണ്ടി ദല്ലാൾപ്പണി എടുക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അവരിപ്പോൾ ആകെക്കൂടി ചെയ്യുന്ന പണി അതാണല്ലോ അല്ലേ? കോർപ്പറേറ്റുകളുടെ ദല്ലാൾ പണി എടുക്കുക. വേറെ പണിയൊന്നും അവർ രണ്ടു കൂട്ടരും ചെയ്യാറില്ല. അത് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.